First celebrity crush, Mani Ratnam. Hello friends, welcome back to Flavors of Shrudi's World. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ ഒരു പുതിയ ഐറ്റമായിട്ട് വരാമെന്ന് കരുതി. നമ്മൾ ഇത്രയും നാൾ ഒരുപാട് വിഭാഗങ്ങളിൽപ്പെട്ട വ്ളോഗ്സ്, കുക്കിംഗ് വീഡിയോസ്, ഹെൽത്ത് ടിപ്സ്, ബ്യൂട്ടി ടിപ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പുതിയൊരു സംഭവമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലധികം കണ്ടുപരിചയമില്ലാത്ത സംഭവമാണ് റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും റിയാക്ഷൻ വീഡിയോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടർ മണിരത്നം സാറിൻ്റെ ബർത്ത്ഡേ ആണ് ജൂൺ 2. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിന് ബർത്ത്ഡേ വിഷസ് നേരെയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു മണിരത്നം സാർ, ദ ഗുരു ഓഫ് ഇന്ത്യൻ സിനിമ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വിഷസ് നേരുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല നല്ല സിനിമകൾ കാണാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് പോലെ ചെയ്തിരിക്കുന്ന മാഷപ്പ് വീഡിയോസ്, ഏതെങ്കിലും ഒരു മാഷപ്പ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിനുള്ള റിയാക്ഷൻ ഒരു വീഡിയോ ആണ് ഞാനിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി. നിങ്ങൾ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ വാച്ച് ചെയ്തിട്ട് ഈ ടൈപ്പ് വീഡിയോ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബോട്ടിലാട്ടും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുതി ക്രിയേഷൻസ് എന്ന് പറയുന്ന ഞങ്ങളുടെ വേറൊരു ചാനലുണ്ട്. അതും സബ്സ്ക്രൈബ് ചെയ്താൽ കുറേ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കാര്യങ്ങളും അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അധികം താമസിക്കേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. ട്രിബ്യൂട്ട് ടു മണിരത്നം ദ ഗുരു, പ്രണവ് ശ്രീ പ്രസാദ് ചെയ്തിരിക്കുന്നതാണ്. RCM ക്രിയേറ്റീവ് മീഡിയ. ചാനൽ നെയിം RCM പ്രൊമോ ആൻഡ് റിമിക്സ് എന്ന ചാനലിൻ്റെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം 2020 ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ജൂൺ 2 അദ്ദേഹം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. நல்ல எழுத்துக்கு நல்ல படிப்பு வேண்டும். சம்பவங்களை உன்னிப்பாக கவனிக்க வேண்டும். நாம எழுத போற கதையை வேற யாராவது இன்னும் சிறப்பாக எழுதிடுவாங்களான்னு ഒരുപാട് ട്രെയിൻ റൊമാൻസ് നമുക്ക് കാണാൻ സാധിക്കും മണിരത്നം സാറിൻ്റെ ഫിലിംസ്. അല്ലെ ഓക്കെ കൺമണി, ഇഷ്ടംപോലെ ദിൽസേ ദിൽസേലെ സോങ് തന്നെ, ഈ സോങ് തന്നെ, മൗനരാഗം. director to handle it in a very nice way. ആ ഷോർട്സ് ഒക്കെ കണ്ടോ, എന്ത് ശരിക്കും ഐക്കോണിക് ഷോർട്സ്. சவுத் இந்தியன் சினிமான்னு ஒரு வால் இருக்கும். அந்த வாலை ஃபர்ஸ்ட் புரட் பண்ணது வந்து ഷോല കഴിഞ്ഞാൽ മികച്ച തിരക്കഥയായിട്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു നായകനാണ്. I consider the best gangster film that possibly is made in Indian cinema. அதுக்கப்புறம் நாயகன் படம் பார்த்துட்டு I feel shy myself. I have not seen jump cuts in Indian film until that day. Moved on to 2010 with Ravan. He stopped jump cutting because that had become a cliche. Kind of genres that he's achieved success in. From Thriller to a Roja to a Nayakan to an Anjali. That's the kind of genre that no director of the world has managed to find an expertise in. Indian epics, Ramayana, Mahabharata,
സത്യവാൻ സാവിത്രി. I'm sitting here only because of you. ബസ്. நேரத்துல எங்களுக்கு நிறைய ப்ராமிசஸ் கொடுத்தாங்க. ஆனா ஒண்ணு கூட நிறைவேற்றல. நீ எங்க பொண்ணு இல்ல. epic dialogue. நீங்க நல்லவரா கெட்டவரா? Friendship. Yes, friendship. മന്ത്രി പദവിക്ക് തകുതിയില്ലാതെ Super editing. പ്രണവ് ശ്രീ പ്രസാദ് സൂപ്പർ എഡിറ്റിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. എന്താ പറയുക, എല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രം ദ ഫസ്റ്റ് മൂവി 1983 അനുപല്ലവി തൊട്ട് വരാൻ പോകുന്ന പൊന്നിയിൻ സെൽവൻ വരെ എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നാഷണാലിറ്റി, ചൈൽഡ് ഇമോഷൻസ്, അതുപോലെ ഫ്രണ്ട്ഷിപ്പ്, ട്രെയിൻ, റൊമാൻസ്, അങ്ങനെ എല്ലാം ഇങ്ങനെ സെക്ഷനായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1983 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ കരിയർ. പക്ഷേ നമുക്ക് അറിയാം, ആ ഫിലിംസിൻ്റെ എണ്ണം നോക്കുമ്പോഴറിയാം അദ്ദേഹം അങ്ങനെ എന്താ പറയുക, നമ്പർ ഓഫ് ഫിലിംസ് ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ഡയറക്ടറാണെന്ന് തോന്നുന്നു. കാരണം ചിലപ്പോൾ 2 വർഷം ത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമായിരിക്കും ഓരോ ഫിലിംസ് ഇറങ്ങുക. 1998 കഴിഞ്ഞ് പിന്നെ 2000 അങ്ങനെയൊക്കെയാണ്. അത്രയും പെർഫെക്ഷനോടുകൂടി, അല്ലാതെ എന്തെങ്കിലും ചെയ്ത് പോകണമെന്നല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ സിനിമയിലെ ഗുരു എന്ന് പറയുന്നത് തന്നെ, മണിരത്നം ദ ഗുരു. കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഒരു ഡയറക്ടറാണെന്ന് പറയും. ഇതിൻ്റെ പടങ്ങൾ ഇങ്ങനെ കണ്ടാണ് ഇന്നത്തെ ഡയറക്ടേഴ്സൊക്കെ. ഇപ്പോൾ ഇപ്പോഴത്തെ ഡയറക്ടറായിട്ടുള്ള ഗൗതം വാസുദേവ് മേനോൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ബിക്കോസ് ഓഫ് യു. കാരണം അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ്. ഗൗതം വാസുദേവ് മേനോൻ്റെ ഫിലിംസ് കണ്ടാലും അറിയാം, അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. കാരണം അതേ ഒരു മോഡൽ ഡയലോഗ് ഡെലിവറീസ്, ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്, അതൊക്കെ. അപ്പോൾ ഒരുപാട് ഡയറക്ടേഴ്സിന് പ്രചോദനം നൽകിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫിലിംസ്. പിന്നെ ഇദ്ദേഹം എന്ന് പറയുന്നത് എന്താ പറയുക,
അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ പല ഫിലിംസും നാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, റോജ, ദിൽസെ, ബോംബെ, ഇരുവർ, ഇതുപോലുള്ള പടങ്ങളൊക്കെ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള, തീവ്രവാദം, അതുപോലെ പൊളിറ്റിക്സ്, ഇതൊക്കെ എന്താ പറയുക, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭയം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ജയലളിത, കരുണാനിധി അവരൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് അദ്ദേഹം ഇരുവർ എന്ന് പറയുന്ന അവരുടെ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഫിലിം എടുത്തിരിക്കുന്നത്. MGR, ജയലളിത, കരുണാനിധി അവർ തമ്മിലുള്ള ഈ ഇഷ്യൂസ് അതൊക്കെ വെച്ചിട്ടുള്ള ഫിലിം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹം അങ്ങനെ ഒരു കറേജുള്ള ഒരു ഡയറക്ടറാണ്. ഒന്നിനെയും ഭയപ്പെടുന്ന ഒരു ഡയറക്ടറല്ല അദ്ദേഹത്തിന് തോന്നുന്നത് എന്തോ. പിന്നെ ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന ഫിലിം എന്ന് പറയുന്നത് പൊന്നിയിൻ സെൽവൻ. അപ്പോൾ സുഹാസിനി മാം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ്, എല്ലാവർക്കും അറിയാം. 1983 അനു പല്ലവി കന്നഡ മൂവിയിലാണ്. അദ്ദേഹം കന്നഡ മൂവി, മലയാളം മൂവി, തെലുങ്ക്, ഹിന്ദി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. തമിഴ് ഡയറക്ടർ ആണെങ്കിൽ തന്നെ, തമിഴ് ഡയറക്ടർ എന്നല്ല, ഇന്ത്യൻ ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ ഭാഷകളിലൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൂവി അനു പല്ലവി 1983. അപ്പോൾ അതിൽ അദ്ദേഹം ഹീറോയിനായിട്ട് വിചാരിച്ചിരുന്നത് സുഹാസിനി മാമിനെ ആയിരുന്നു. അപ്പോൾ സുഹാസിനി മാം സമ്മതിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം പിന്നീട് സുഹാസിനി മാമിനെ വിവാഹം ചെയ്ത് സ്വന്തം ജീവിതത്തിലെ നായികയാക്കി. അതുപോലെ ഇന്ത്യൻ പുരാണ കഥകൾ, മഹാഭാരതം, രാമായണം ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഫിലിംസ്, ദളപതി, അതുപോലെ രാവണൻ, റോജ മൂവി ഇപ്പോൾ അടുത്താണ് ഞാൻ അറിയാൻ സാധിച്ചത്. അത് സത്യവാൻ സാവിത്രിയുടെ കഥ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാര്യയുടെ സ്റ്റോറി, അതാണ് റോജ. നമുക്ക് അത് ചിന്തിക്കാം, അത് അറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഓ വാവ്, അങ്ങനെയൊക്കെ അന്നത്തെ ആ പുരാണ കഥാപാത്രങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു രീതിക്കാണ്. ഇപ്പോൾ ദളപതി, അതുപോലെ രാവണനൊക്കെ നമുക്കറിയായിരുന്നു. ദളപതി മഹാഭാരതത്തിലെ ദുര്യോധനൻ, കർണൻ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ദുര്യോധനൻ്റെ ക്യാരക്ടർ നമ്മുടെ സ്വന്തം മമ്മൂക്കും, കർണൻ്റെ റോള് രജനികാന്ത് സാറും, അർജുനനായിട്ട് അരവിന്ദ് സ്വാമി, കുന്തിയുടെ റോള് നമ്മുടെ ശ്രീവിദ്യ, അങ്ങനെ ആയിരുന്നു. അതൊക്കെ നമുക്ക് മുമ്പ് അറിയായിരുന്നു, പക്ഷെ റോജാർ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ് പൊന്നിയിൻ സെൽവൻ. നമ്മുടെ ലാസ്റ്റ് ഫിലിമൊക്കെ കണ്ടവർക്കറിയാം, ഒരുപാട് സ്റ്റാർസ് ഉണ്ടാവും. കാരണം മണിരത്നം സാർ വിളിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കാൻ വരാത്ത സ്റ്റാർസ് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് തന്നെയാണ് സംശയം. കാരണം ഐശ്വര്യ റായ്, ഷാരൂഖ് ഖാൻ ഇവരൊക്കെ മണി സാർ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് ഒരു ഗസ്റ്റ് അപ്പിയറൻസിനായിട്ടും വന്ന് അഭിനയിച്ചു തരും. അപ്പോൾ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന മൂവിയിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. വിക്രം സാർ, കാർത്തി, ജയൻ രവി, ഐശ്വര്യ റായ്, പിന്നെ തൃഷ, ഐശ്വര്യ ലക്ഷ്മി നമ്മുടെ മലയാളത്തിലെ, ജയറാം, ശരത് കുമാർ, പിന്നെ പാർത്ഥിബൻ, ലാൽ മലയാളത്തിലെ ലാൽ, പിന്നെ അങ്ങനെ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ശാലിനി വീണ്ടും അഭിനയിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലി കൺഫർമേഷൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ക്യാമിയോ റോളായിരിക്കും, അതായത് ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ആയിരിക്കും. എന്തായാലും വീണ്ടും കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ 2021 ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും എഡിറ്റിങ് സൂപ്പറായിട്ടുണ്ട്, എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഫ്രം ദ ഫസ്റ്റ് മൂവി ടു ലേറ്റസ്റ്റ് അപ്കമിങ് മൂവി പൊന്നിയിൻ സെൽവൻ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് പ്രതീക്ഷിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള ട്രിബ്യൂട്ട് വീഡിയോ ആണ്. അപ്പോൾ ഈ വർഷവും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വെയിറ്റ് ചെയ്തിരിക്കുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള ട്രൈ ചെയ്യാൻ നോക്കാം, റിയാക്ഷൻ വീഡിയോസ്. ഓക്കെ, വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി.